ഇൻ്റർനാഷണൽ സ്കൂളൊക്കെ വളരെ അടുത്താണ്, സെൻറ്റ് പാട്രിക്സ് അക്കാദമിക്ക്. ഇതാണ് കിണർ വരുന്നത്. നല്ല വെള്ളമുള്ള കിണറാണ്. കബോളൊക്കെ ചെയ്തിരിക്കുന്നത് WBCയിലാണ്, 3 ലെയറിലാണ്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില വിഷ്വൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിജയ് തോമസ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ചേരിയാണ്. അപ്പോൾ നല്ല അടിപൊളി ഒരു വീടുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. 6200 സെന്റ് വരുന്നത്, 1700 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം പുതിയ വീടാണ്. ഫുള്ള് വർക്ക് കഴിഞ്ഞ വീടാണ്. അതായത് കബോർഡും എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ്. കബോർഡൊക്കെ ചെയ്തിരിക്കുന്നത് WBCയിലാണ്, 3 ലെയറിലാണ്. എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലമാണ്. ഇന്റർനാഷണൽ സ്കൂൾ വളരെ അടുത്താണ്. അതുപോലെ തന്നെ പെരിഞ്ചേരി പള്ളിയിലേക്കൊക്കെ 500 മീറ്ററിനുള്ളിലാണ് ദൂരം വരുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 200 മീറ്ററാണ് ദൂരം വരുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. വില തൊട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ആദ്യം പുറത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് വിളിക്കുക. ഇതാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത്. ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഒരു കണ്ടംപററി മോഡൽ ഡിസൈനാണ്. ഷെയ്ഡിലൊക്കെ LED ലൈറ്റുകളും ടൈലിന്റെ വർക്കുകളും ഒക്കെ വരുന്നുണ്ട്. 2 ഗേറ്റുകൾ വരുന്നുണ്ട്. ഒരു ചെറിയ ഗേറ്റും പിന്നെ ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ വലിയൊരു ഗേറ്റും വരുന്നുണ്ട്. ഇതാണ് വീട് വരുന്നത്. വീടിന്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ മതിൽ, ഗേറ്റ്, അതിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. താഴെ സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ വർക്കൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ചെറിയ പർഗോള വർക്ക് വരുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ നമുക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റും. വീടിന്റെ ഈ ഒരു സൈഡിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. 2-3 കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇതാണ് കിണർ വരുന്നത്. നല്ല വെള്ളമുള്ള കിണറാണ്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ. പിന്നെ മുകളിൽ ഒരു ചെറിയ പൈപ്പിന്റെ വർക്ക് വരുന്നുണ്ട്. ഷെയ്ഡിലൊക്കെ LED ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറാം. വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയയാണ്. ലിവിങ്ങിൽ സീലിംഗിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമും ഡൈനിങ് റൂമും സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇവിടെയാണ് ഡൈനിങ് വരുന്നത്. ഡൈനിങ്ങിലും സീലിംഗിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ വരുന്നത്. ഇവിടെയാണ് കിച്ചൺ വരുന്നത്. ഇവിടെയാണ് വാഷ് ഏരിയ വരുന്നത്. ഇതാണ് ഒരു ബെഡ്റൂം. അതുപോലെ ഈ ഒരു ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം. പിന്നെ ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഡൈനിങ്ങിന്റെ വ്യൂ. ഇതൊക്കെയാണ് ലിവിംഗ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ടോയ്ലറ്റ് വരുന്നത്. ബെഡ്റൂമിലെ കബോർഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഏകദേശം 13-14 ബെഡ്റൂമുള്ള സൈസ് വരുന്നത്. ഇതാണ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിലും സീലിംഗും ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. രണ്ടാമത്തെ ബെഡ്റൂമിലും കബോർഡിന്റെ വർക്കൊക്കെ ചെയ്തിട്ടുള്ളതാണ്. സീലിംഗിന്റെ വർക്കും ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് ഒന്ന് നോക്കാം. രണ്ട് ബെഡ്റൂമുകൾ കണ്ടു. നമ്മൾ വീണ്ടും ആ ഡൈനിങ് ഏരിയയിലേക്ക് എത്തി. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇവിടെയാണ് കിച്ചൺ വരുന്നത്. കിച്ചണിലും കബോർഡിന്റെ വർക്കും എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ്. കിച്ചണിലും ചെറിയ സീലിംഗിന്റെ വർക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്തും ഒരു സിങ്ക് വരുന്നുണ്ട്.
ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. നമ്മൾ താഴത്തെ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു ബെഡ്റൂം വരുന്നത് മുകളിലാണ്. താഴെ 2 ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമാണ്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെയറിന് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ വരുന്നുണ്ട്. സ്റ്റെയറിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെയർ വരുന്ന പോർഷനിൽ മുകളിൽ സീലിങ്ങിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. മുകളിലേക്ക് കയറി വരുമ്പോൾ ഈ അപ്പർ ലിവിംഗ് ഭാഗത്തും സീലിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഒരു ഡോറാണ്. ഇത് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറാണ്. ഇതാണ് ബെഡ്റൂമിലേക്കുള്ള ഡോറ്. അപ്പോൾ നമുക്ക് ബെഡ്റൂമിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ഇതാണ് മുകളിലത്തെ ബെഡ്റൂം. കബോർഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. സീലിങ്ങിൻ്റെ വർക്കും എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്താണ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് നോക്കാം. ഇനി നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് ഒന്ന് പോവാം. ഇതാണ് ഓപ്പൺ ടെറസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം. ഇതാണ് ബാൽക്കണി വരുന്നത്. നല്ല വലിയ ബാൽക്കണിയാണ്. ബാൽക്കണിയിലും സീലിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പിൽ ഗ്രാനൈറ്റ് ഇട്ട് ഒരു തിണ്ണ പോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ടെറസ് തന്നെയാണ്. ഈ ഓപ്പൺ ടെറസ് നേരെ മറ്റേ ഓപ്പൺ ടെറസ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ചേരിയാണ് നിൽക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഒരു 10 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. അതുപോലെ പെരിഞ്ചേരി പള്ളിയുടെ അവിടെ നിന്ന് നമുക്ക് ഒരു 500 മീറ്ററിന്റെ ഉള്ളിലാണ് ദൂരം വരുന്നത്. ഇന്റർനാഷണൽ സ്കൂള് ബസ് സ്റ്റോപ്പിലേക്ക് 200 മീറ്ററാണ് ആകെ ദൂരം വരുന്നുള്ളൂ. അപ്പോൾ എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ്. 6200 സെന്റ് വരുന്നത്. 1700 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം പുതിയ വീടാണ്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില 76 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ ആഡുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിജോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുവരെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.